ശബരിമലയിൽ ഇതേപോലായിരുന്നു മകരജ്യോതി മകരവിളക്ക്. അതായത് 70 വർഷമായിട്ട് നമ്മുടെ സ്റ്റേറ്റ് മറച്ചു വെക്കുകയാണ്. വെള്ളാപ്പള്ളി സാറിന് യാതൊരു മുസ്ലിം വിരോധവും ഇല്ല. അതാണ് അപകടം. വെള്ളാപ്പള്ളി സാറോ സുരേന്ദ്രൻ ജിയോ പച്ചക്കള്ളം പറയുകയാണ് മലപ്പുറത്തെക്കുറിച്ചും മുസ്ലിം സമൂഹത്തെക്കുറിച്ചും. എന്തിനാണെന്ന് അറിയുമ്പോഴേ ഈ വിഷയം ഉണ്ടാവും. അപ്പോഴേ ക്ലാരിറ്റി വരും. ഈ അപരമത വിദ്വേഷമാണ് ഈ വെള്ളാപ്പള്ളി നടത്തുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ലല്ലോ. നമുക്കിവിടെ ഇരിക്കുന്ന ആർക്കും യാതൊരുവിധ സംശയം ഉണ്ടാവില്ല. വെള്ളാപ്പള്ളി നടേശൻ സാർ കടുത്ത മുസ്ലിം വിരുദ്ധത പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി രക്ഷിക്കാമെന്ന് വെള്ളാപ്പള്ളി സാർ പോലും പറയാത്തൊരു കാര്യം പറയാണ്. ക്രിസ്ത്യൻ സമൂഹം ആഴ്ചയിൽ ഒരിക്കൽ ഒത്തുകൂടുന്ന ഞായറാഴ്ചയാണ്, മുസ്ലിം സമൂഹം ഒത്തുകൂടുന്നത് വെള്ളിയാഴ്ചയാണ്. അങ്ങനെ ഹിന്ദു സമൂഹത്തിന് ഒരു സ്പേസോ ഇടമോ ഇല്ല. അതുകൊണ്ട് എപ്പോഴും ഒരു ശത്രു വേണം. ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ബൈബിളും ഗീതയും ഖുറാനും എല്ലാം നമ്മൾ ബഹുമാനിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രവും നമ്മുടെ പാരമ്പര്യവും അതാണ്. ഒരു അമ്മ പറയുന്നതിന് മുമ്പേ ഉമ്മൻചാണ്ടി സാർ വേട്ടക്കാരനാണോ? ഉമ്മൻചാണ്ടി സാറിനെതിരെ പരാതി കൊടുത്ത സ്ത്രീ അതിജീവിതയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇവര് സർവൈവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം. എന്ന് വെച്ചാൽ ശരിക്കും പീഡനമാണോ സർവൈവ് ചെയ്തിട്ടുള്ളത്, അതോ ജീവിതത്തിൽ എടുത്ത ചില റോങ് ചോയ്സസ് കാരണം ഉണ്ടായ പ്രശ്നങ്ങളാണോ? പക്ഷെ എന്നിരുന്നാൽ പോലും ആവശ്യമായ സമയത്ത് എല്ലാത്തിനും കൂടെ നിന്നിട്ട് തമ്മിൽ തെറ്റുമ്പോ പുരുഷന്റെ ഒരു പണി കൊടുത്തേക്കാം. എല്ലാ നിയമങ്ങളും അനുകൂലമാണ്, സ്ത്രീക്ക് അനുകൂലമാണ്. ഇവിടെ സുനീറിന്റെ ഒരു മുസ്ലിം പയ്യനാണ്, 29 വയസ്സ്. സുനീറിന്റെ ഉമ്മ സുനീർ ആത്മഹത്യ ചെയ്തു ഭാര്യയുടെ വ്യാജ പരാതിയിൽ പേര്. ഇന്ന് സുപ്രീം കോടതിയുടെ വിധി സുപ്രീം കോടതി എന്ന മേൽബെഞ്ചിനും മറ്റും അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം അതിനെ തെറ്റാ. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാര് നീ പെട്ടെന്ന് ആരെയും ഇതായിട്ടല്ല, ശബരിമലയിൽ ഇതേപോലായിരുന്നു മകരജ്യോതി മകരവിളക്ക്. അതായത് 70 വർഷമായിട്ട് നമ്മുടെ സ്റ്റേറ്റ് മറച്ചു വെക്കുകയാണ്. ഈ മകരജ്യോതി എന്ന് പറഞ്ഞ ആകാശത്തെ നക്ഷത്രമാണ്. മകരവിളക്ക് എന്ന് പറഞ്ഞാൽ മലയരയിൽ ആദിവാസികൾ 3 തവണ ദീപാരാധന ഒഴിയുന്നതാണ്. ഇതൊരു സ്റ്റേറ്റ് സീക്രട്ടായി മറച്ചു വെച്ച ഒരു ADGP അടക്കം അങ്ങനെ പറയുന്നത്, പോലീസിന്റെ ADGP നിയന്ത്രിക്കുന്ന ഫോഴ്സ് ആണ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതാണ് ഉണ്ണി മൂന്നന്റെ മറ്റേ സിനിമയിൽ ഉണ്ണി മൂന്നനാണ് മകരവിളക്ക് കത്തിക്കാൻ പോകുന്നത്. സിനിമ ഏതായിരുന്നു? മാളികപ്പുറം. ആദ്യം ഉണ്ണി മൂന്നനാണ് പോയിക്കാൻ. നമ്മൾ സത്യം പറയണം. ഈ സത്യത്തിലാണ് നമ്മുടെയും ഇന്ത്യയുടെയും ഭാവി. എന്താ ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു റാൻഡം നമ്പർ കിട്ടിയോ? അച്ഛൻ 3 വന്നു. അപ്പൊ 3 സെന്റൻസസ് കഴിഞ്ഞ് എന്റെ സെക്കൻഡ് സെഗ്മെന്റ് ആവും. ആ സെഗ്മെന്റ് നീ ഇല്ലാതെ ആ സെഗ്മെന്റ് പൂർത്തിയാകാനുണ്ട്. നീ ഉണ്ടതിൽ കൺക്ലൂഷനിലേക്ക് വരാം. ചോദ്യങ്ങൾ എന്തെങ്കിലും എഴുതിയുണ്ടെങ്കിൽ അല്ല, ഇനി നമുക്ക് ഷോർട്ടായിട്ട് നമുക്ക് ചോദ്യങ്ങൾ മാത്രമായിട്ട് മുന്നോട്ട്. ഇപ്പൊ നമ്മൾ ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല, ഇപ്പഴാ ഫോൺ എടുത്തത്. ഇനി ഇതിന്റെ കുറെ ഉണ്ട് ചോദ്യങ്ങൾ. അല്ല, അതിനകത്ത് അമ്മയുടെ അത് അഭിപ്രായം അമ്മയും കൂടി ഒന്ന് പറയണം. അമ്മ, അതായത് ഈ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഈ സ്വർണം കട്ടോണ്ട് പോയവർ, അതിപ്പോ ആരും ആയിക്കോട്ടെ, ഇപ്പൊ ഈ പി വാസു ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പത്മകുമാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പോറ്റി ആയിക്കോട്ടെ, പോറ്റി എന്തായാലും ചെയ്തിട്ടുണ്ട്. സാധനം അവിടെ നിന്ന് പോയെന്നതിൽ യാതൊരു തർക്കമില്ലല്ലോ. അപ്പൊ കട്ടവൻ പിടിക്കപ്പെടണം. അതുപോലെ കട്ടവൻ കപ്പലിൽ തന്നെ ഉണ്ട്. ആ കപ്പലിനെ നിയന്ത്രിക്കുന്ന ഒരു കപ്പിത്താനും ഉണ്ടെന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതിപ്പോ ആരും ആയിക്കോട്ടെ, അവർ ശിക്ഷിക്കപ്പെടണ്ടേ? ശിക്ഷിക്കപ്പെടണം. അതൊരു വിശ്വാസം നില മാത്രമല്ല, മലയാള നില നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ? ആ സമയത്ത് ഈ സ്ത്രീകളെ കയറ്റുന്ന സമയത്ത് പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് യുവതികളെ സ്ത്രീകൾക്ക് 60 വയസ്സിന് ശേഷമുള്ളവർക്ക് കയറുന്നതിന് കുഴപ്പമില്ല. അല്ല, അതായത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്ത് സ്വർണം കൊക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കുമായിരുന്നു എന്ന് പറയുന്നതിന്റെ വേദനയും വിഷമമാണെന്നുള്ളതാണ്. അതായത് ഞങ്ങൾ ആ സമയത്ത് കയറ്റിയ 2 വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണ്? ഇന്ന് അവരെങ്ങനെയാണ് ഓരോ വീഡിയോസ് ഇടുന്നത് കണ്ടാൽ വിഷമം തോന്നും. അത്രയും പുണ്യഭൂമിയിലേക്ക് കൊണ്ടുപോയി ആനയിച്ച് ഉള്ള എല്ലാ പോലീസ് സന്നാഹങ്ങളോടും കൂടി ആനയിച്ച് കൊണ്ടുപോരെ. നമ്മൾ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് പറയുന്നില്ല. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ മുസ്ലിം ഹിന്ദു വെർഡിക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗത്തുനിന്ന്, ഞാൻ സാറിന് അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന ആളാ, പക്ഷെ ഇപ്പൊ എനിക്ക് സാറിന് അഭിസംബോധന ഞാൻ തോന്നുന്നില്ല. ആ ശ്രീനാരായണ ധർമ്മ സേന എന്ന് പറയുന്ന ആ ഒരു SNDP യുടെ ആ ഒരു നിലവാരം, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു
പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് മേലുള്ള ഒരു എന്താ പറയാ കടന്നു കയറി അതിനെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് യാതൊരു വിലയും നൽകാത്ത രീതിയിൽ തനി വർഗീയത പറയുന്ന രീതിയിലാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും സിമ്പിളായി പറയാം, അത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളാപ്പള്ളി സാറിന് യാതൊരു മുസ്ലിം വിരോധവും ഇല്ല. അതാണ് അപകടം. അതായത് ഒരാള് ഉറക്കം നടിക്കുകയാണെങ്കിൽ അയാളെ ഉണർത്താൻ പറ്റില്ല, ഉറങ്ങുകയാണെങ്കിൽ ഉണർത്താൻ പറ്റില്ല. വെള്ളാപ്പള്ളി സാറോ സുരേന്ദ്രൻ ജിയോ പച്ച കള്ളം പറയുകയാണ് മലപ്പുറത്തെക്കുറിച്ചും മുസ്ലിം സമൂഹത്തെക്കുറിച്ചും. എന്തിനാണെന്ന് അറിയുമ്പോഴേ ഈ വിഷയം ഉണ്ടാവും. അപ്പോഴേ ക്ലാരിറ്റി വരും. വിഘടിച്ച് കിടക്കുന്ന നായർ, ഈഴവ, ബ്രാഹ്മണ, പുലയ, ധീവര, അമ്പലവാസി, ആദിവാസി ഈ വിഭാഗങ്ങളെ ഒന്നിപ്പിക്കാനായി ഇല്ലാത്തൊരു ശത്രു ഉണ്ടെന്ന് വരുത്തി തീർക്കാനായി കള്ളം പറയുക. മലപ്പുറത്ത് നിന്ന് ആഹാരം കിട്ടില്ല, മലപ്പുറത്ത് നിന്ന് ശ്വാസം വലിക്കാൻ പറ്റില്ല, എന്താ മലപ്പുറത്തെ ഓക്സിജൻ പോയ എവിടെങ്കിലും ഇല്ല. ഇത് പറയുന്നതിന്റെ റീസൺ ശത്രുതാ നിർമ്മാണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ അപരത്വ നിർമ്മാണം, പൊളിറ്റിക്സ് ഓഫ് അതറൈസേഷൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇത് നമ്മൾ ഇതിന് പ്രതിവിധി എന്താ അതുകൂടെ ഉണ്ടല്ലോ. ഞാൻ വെള്ളാപ്പള്ളി സാറിനെ എന്നും വിളിക്കും. പ്രതിവിധി എന്താ? പ്രതിവിധിയാണ് നമ്മുടെ ഈ കോട്ട്. എന്ത് സത്യസന്ധമായിട്ടാണ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, ഒരുപക്ഷെ ഇന്ത്യയിൽ ഗാന്ധിജിയെ പച്ചകുത്തിയ വളരെ കുറച്ച് ആൾക്കാരുള്ള ഞാനായിരിക്കും. സിമ്പിളാണ് ഗാന്ധിജി പറയുന്നത്. ഈ ഏറ്റവും കൂടുതൽ ഈ കുങ്കുമവും കാവിയും ഉപയോഗിക്കുന്നത് ഏത് സമുദായത്തിലെ ആൾക്കാരാണ്? ഹിന്ദുക്കളാണ്. ഏറ്റവും കൂടുതൽ വെള്ള യൂസ് ചെയ്യുന്ന ആരാണ്? ക്രിസ്ത്യാനികളാണ്. ഓർക്കുന്നുണ്ടോ? അന്ന് നമ്മൾ ഡിബേറ്റിൽ ഇത് എടുത്ത രീതിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ഇത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്ന് എഴുതി അങ്ങോട്ട് 13 ഏപ്രിൽ 1921 ഗാന്ധിജി ഇത് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഗാന്ധിജി പറയുന്നുണ്ട് നമ്മുടെ ഇടയിൽ ഒരു സൗഹാർദ്ദവും സാഹോദര്യവും വേണം. ഇത്രയേ ഉള്ളൂ ഇതിന്റെ സംഭവം. ഈ സംഭവത്തെ ത്യാഗവും ധീരസന്നദ്ധതയും ശാന്തിയും ഫലഭൂഷ്ഠതയും എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് ചെയ്യുന്നത്? ഈ സിമ്പിൾ, ഈ ബാലൻസ് നമുക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ അതാണ് ശബരിമലയുടെ മഹത്വം. മഹാത്മാഗാന്ധിക്കും 900 വർഷം മുമ്പ് അയ്യപ്പൻ മണികണ്ഠൻ തന്നെ കാണാൻ വരുന്നവർ തന്റെ മുസ്ലിം സുഹൃത്തായ വാവരുടെ പള്ളിയിൽ പോയി തൊഴുതിട്ട് വരണം. തന്റെ ക്രിസ്ത്യൻ സുഹൃത്തായ വെളുത്ത ആലപ്പുഴ അർത്തുങ്കൽ എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്, അവിടെ പോയി തൊഴുതിട്ട് വരണം. ഇതാണ് ഇന്ത്യ. ഇതല്ലാതെ വേറെ എന്താ ഇന്ത്യ എന്ന് പറഞ്ഞാൽ? ഇതാണ് കേരളം. ഇതാണ് നമ്മുടെ നാടിന്റെ ആത്മാവ്. ഈ ആത്മാവിനെ ആര് മനസ്സിലാക്കുന്നു അവരാണ് നമ്മുടെ നാടിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. വെള്ളാപ്പള്ളി സാറും ആ ശ്രീനാരായണ ഗുരുദേവൻ മുത്തുനബിയെ കുറിച്ച് ഒരു കവിത എഴുതിയിട്ടുണ്ട്, അറിയാമെന്ന് അറിയില്ല. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ കുറിച്ച് ശ്രീനാരായണ ഗുരുദേവൻ കവിത അല്ലെങ്കിൽ പ്രാർത്ഥനാ ശ്ലോകം പോലും എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഈ അറിയാവുന്നറിയില്ല, ഇന്ത്യയിലെ ഏറ്റവും നല്ല ക്രിസ്മസ് ഈവ് സെലിബ്രേഷൻ നടക്കുന്നത് എവിടെയാണെന്നറിയാം? വിവേകാനന്ദ സ്വാമിയുടെ വേലൂർ മഠത്തിലാണ്. നമ്മുടെ യേശു ക്രിസ്തുവിന്റെ അമ്മ മേരിയുടെയും ചിത്രങ്ങൾ വെച്ച് കാവി ധരിച്ച ഹിന്ദു സന്യാസിമാർ ആരതി ഒഴിയുന്നത് ഡിസംബർ 24 വൈകിട്ടാണ്. നിങ്ങൾക്ക് വെറുതെ വേലൂർ മഠ ക്രിസ്മസ് നടിച്ചു നോക്കിയാൽ ഇതെല്ലാം കാണാം. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ ശക്തി, ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ നന്മ. ഈ നന്മയാണ് വെള്ളാപ്പള്ളി സാറും ഇവരുടെ യോഗക്ഷേമ സഭയാണ് ബ്രാഹ്മണരുടെ സഭ, NSS ഉം പുലയ മഹാസഭ അല്ലെങ്കിൽ KPMS-ഉം വിശ്വകർമ്മജരും ആരാണെങ്കിലും പിന്തുടരുന്നത്. ഇതാണ് അല്ലെ മതമയത്തിലല്ലേ നമ്മെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആത്മാവല്ലേ നാനാത്വത്തിൽ ഏകത്വം അല്ലെങ്കിൽ മതമൈത്രി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് നമ്മുടെ കേരളത്തിന്, പ്രത്യേകിച്ച് കേരളത്തിന്റെ. അതല്ലേ ഈ ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലൂടെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഗുണം ചെയ്യും. നമ്മളെല്ലാം അതായത് തോളോട് തോൾ കൈയിട്ട് നടക്കുന്ന ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യക്തികളുടെ ഇടയിൽ അങ്ങനെ ഒരു വിഭജനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പിന്നീട് ഗുണമല്ല, ദോഷം ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കേണ്ടതല്ലേ? ചേച്ചിക്ക് എന്താ ചേച്ചിയുടെ അഭിപ്രായം? അതായത് എന്താ ചേച്ചിയുടെയും അഭിപ്രായം അതിന്റെ അത് തന്നെയല്ലേ? വെള്ളാപ്പള്ളി സാറിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പൊളിറ്റിക്സ് ശ്രദ്ധിക്കാറില്ല, പക്ഷെ മതസൗഹാർദ്ദം കടുത്ത രീതിയിലെ. അല്ല, ഞങ്ങൾ ഈ വീട്ടിൽ കയറി വന്നപ്പോൾ നമ്മൾ ആദ്യം ഞാൻ അട്രാക്ട് ചെയ്ത ഒരു സംഭവമാണ് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ബുദ്ധ. എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ പാടാണല്ലേ ഒരു ബുദ്ധ വാൾ പെയിന്റിങ്ങും ഏറ്റവും വലിയ യേശുക്രിസ്തുവിന്റെ ഫേസ്. ഏറ്റവും എനിക്ക് അട്രാക്ട് ചെയ്ത യേശുക്രിസ്തുവിന്റെ. ഞാൻ ജയിലിൽ കിടന്നപ്പോഴേ ഞാൻ ജയിലിൽ കിടന്നപ്പോൾ ബൈബിളും ആദ്യം വായിച്ച പുസ്തകം ബൈബിളാണ്. ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ബൈബിളും ഗീതയും ഖുറാനും എല്ലാം നമ്മൾ ബഹുമാനിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രവും നമ്മുടെ പാരമ്പര്യവും അതാണ്. അത് മാത്രമല്ല ഒരു മതവും മറ്റൊരു മതത്തെ ഇകഴ്ത്തി കാണിക്കാൻ പറഞ്ഞിട്ടേ ഇല്ല. മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി എന്ന് പറയുന്നത് യേശുദാസ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പാടുന്ന യേശുദാസിന്റെ ഫസ്റ്റ് പാടല്ലേ? ജാതിഭേദം മതദ്വേഷമില്ലാതെ എല്ലാവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. മതം ഏതായാലും മനുഷ്യൻ നന്നാമതി എന്ന് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവൻ ലോക ഗുരുദേവനാണ്. ആ ഗുരുദേവനെ നമ്മൾ ഫോളോ ചെയ്താൽ ആ ഗുരുദേവനെ ഫോളോ ചെയ്യാൻ വിദ്വേഷം പാടില്ല. ഇപ്പൊ അമ്മ പഠിച്ചത് ഞാൻ സ്ഥിരം പറയണ്ട, മുത്തശ്ശി പഠിച്ചത് ബാലികാ മഠമാണ്, ക്രിസ്ത്യൻ സ്കൂളാണ്. അമ്മ പഠിച്ചത് സെന്റ് ആനീസും ക്രിസ്ത്യൻ കോളേജുമാണ്. ഞാൻ ഒരുപാട് കാലം പഠിച്ച ക്രൈസ്തവരാണ്. മോൻ പഠിക്കുന്നത് സെയിന്റ് തോമസ് ആണ്. നമ്മുടെ നാടിന്റെ നന്മയും മഹത്വവും. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഇന്ത്യൻ പ്രസിഡന്റ്
ആരാന്ന് ചോദിച്ചാൽ ഒറ്റ മുഖമേ വരൂ, അത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പട്ടാള വീരൻ, മിലിറ്ററി വീരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പരംവീര ചക്ര അബ്ദുൾ ഹമീദാണ്. അതായത് 6 പാകിസ്ഥാനി ടാങ്കുകൾ ബാറ്റിൽ ഓഫ് അസൽ ഉത്തര തകർക്കുകയും നമ്മുടെ ജെയിംസ് ബോണ്ട് പോലും ജെയിംസ് ബോണ്ടിന്റെ സിനിമയിൽ 1-2 ടാങ്കുകൾ തകർക്കുന്നതാണ് നമ്മൾ കാണുന്നത്. 6 പാകിസ്ഥാനി, ചില സ്ഥലങ്ങളിൽ 7 രേഖപ്പെടുത്തുന്നുണ്ട്, 6-7 പാകിസ്ഥാനി ടാങ്കുകൾ തകർക്കുന്ന ഈ ഐക്യം, അല്ലെങ്കിൽ അയ്യപ്പൻ വാവർ വെളുത്താന്നോ, മഹാത്മാഗാന്ധി, മൗലാന ആസാദ്, ചാൾസ് വീർ ആൻഡ്രൂസ് എന്നോ എന്ത് പേര് വിളിച്ചാലും നമ്മുടെ സോൾ, ആത്മാവ് ഈ മതസൗഹാർദ്ദമാണ്. അതെ 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 അതെ, അതെന്നും നിലനിൽക്കട്ടെ, എന്ന് നിലനിൽക്കാം. അത് നിലനിൽക്കുന്നതിന് വിപരീതമായി പ്രവർത്തിക്കുന്നവരെ നമ്മൾ ഒറ്റപ്പെടുത്തുകയും ചെയ്യണം. അല്ല, അവരെ അതിലാണ് പറഞ്ഞു തിരുത്താൻ പറ്റാത്തവർ, അല്ല പറഞ്ഞു തിരുത്തുന്നത് ഇല്ല എന്ന് മാത്രമല്ല, അവരൊരു സ്വന്തം കാലിൽ കൊണ്ടു നടക്കുന്ന മുഖ്യമന്ത്രിയും കൂടി അതൊരു മോശം ഒരു പ്രവണതയല്ലേ? എല്ലാ ആദരവോടെയും പറയട്ടെ. അല്ല, ഞാൻ ഒരു വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. എന്താണെങ്കിലും എനിക്കറിയാം, ഒരു ഇടതുപക്ഷ വിരുദ്ധനാണ് അല്ലെ, 100% ഇടതുപക്ഷ വിരുദ്ധനാണ്. അപ്പൊ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നത്, ഈ അപരമത വിദ്വേഷമാണ് ഈ വെള്ളാപ്പള്ളി നടത്തുന്നത് എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ലല്ലോ. നമുക്കിവിടെ ഇരിക്കുന്ന ആർക്കും യാതൊരുവിധ സംശയം ഉണ്ടാവില്ല. അത് ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നുള്ളത് നമുക്കറിയില്ല അല്ലെ, ആർക്കോ വേണ്ടി ഉറക്കം നടിക്കുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കുന്ന, അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സ്വന്തം കാറിൽ കൊണ്ടു നടന്ന് നമ്മുടെ മുഖ്യമന്ത്രി എപ്പോഴും മതേതരത്വത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു വ്യക്തി, അപ്പൊ അതൊരു ഇരട്ടത്താപ്പല്ലേ? ആദ്യം ഒരു നല്ല കാര്യം പറയാം, എന്നിട്ട് ചീത്ത കാര്യം പറയാം. മുഖ്യമന്ത്രി നന്നായിട്ട് അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പന്റെയും വാവരുടെയും വെളുത്തെയും എടുത്തു പറഞ്ഞു. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരുടെ ആദരിക്കേണ്ട കാര്യമാണ്, അംഗീകരിക്കും. എന്നാൽ 2, വെള്ളാപ്പള്ളി നടേശൻ സാർ കടുത്ത മുസ്ലിം വിരുദ്ധത പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി രക്ഷിക്കാമെന്ന് വെള്ളാപ്പള്ളി സാർ പോലും പറയാത്തൊരു കാര്യം പറയാണ്. അത് ലീഗിനെ പറഞ്ഞാണ്, മുസ്ലിങ്ങളെ പറഞ്ഞല്ല. അങ്ങനെ കള്ളം പറയുന്നതിൽ എന്തർത്ഥമാണ്? സത്യസന്ധത ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ആ സത്യസന്ധതയിലാണ് ഇനി കമ്മ്യൂണിസ്റ്റുകാരാകാം, കോൺഗ്രസ്സുകാരാകാം, BJP-ക്കാരാകാം, വേറെ ഏതെങ്കിലും പാർട്ടിക്കാരാകാം. മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, ഈ മതസൗഹാർദ്ദം നമ്മുടെ ഇന്ത്യക്ക് ഇല്ലാതെ പറ്റില്ല എന്നുള്ളതാണ് സത്യം. ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്, ഇത് തന്നെയാണ് PC ജോർജും. PC ജോർജ് സാർ ശബരിമല പ്രക്ഷോഭത്തിലൊക്കെ ഏറ്റവും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതാണ്. നമ്മുടെ ഷോണാണ് അന്ന് അഡ്വക്കേറ്റ് ആയിട്ട് വന്ന് എന്നെ ഇറക്കിയതൊക്കെ. ഞാൻ PC ജോർജ് ഞങ്ങളുടെ നാടാ PC ജോർജ് സാർ, എനിക്ക് അദ്ദേഹത്തോടും വളരെ ആദരവോടെ ഇഷ്ടത്തോടെയും പറയാനുള്ളത്, ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം വേണമെങ്കിൽ മുസ്ലിങ്ങളുടെ നെഞ്ചത്ത് കയറി ചെയ്യണ്ട. ഇതാണ് എന്റെ പ്രശ്നം. ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം വേണമെങ്കിൽ ഒരു ശത്രുവിനെ ഉണ്ടാക്കണ്ട, പകരം ഹിന്ദു പ്ലസ് ക്രിസ്ത്യൻ പ്ലസ് മുസ്ലിം എന്നുള്ള ഇക്വേഷൻ എടുത്താൽ മതി. അതാണ് ഇപ്പം BJP-യിലെ രാജീവ് ചന്ദ്രശേഖർജിയൊക്കെ അറ്റ്ലീസ്റ്റ് പറച്ചില്ലെങ്കിലും ചെയ്യുന്നുണ്ട്. മോദിജി അറ്റ്ലീസ്റ്റ് പറച്ചില്ലെങ്കിലും സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താ അറിയോ? പരിശുദ്ധ മക്കയും മദീനയും കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പഴയ പ്രാചീന പള്ളികളുള്ളത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ചേരമാൻ പള്ളി. വത്തിക്കാൻ, ഞങ്ങൾ വത്തിക്കാനിൽ പോയിട്ടുണ്ട്. പരിശുദ്ധ വത്തിക്കാനും 400 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യൻ പള്ളികളുണ്ട്. അതായത് വത്തിക്കാൻ AD 400-കളിലാണ് എസ്റ്റാബ്ലിഷ് ആവുന്നത്. നമ്മുടെ ക്രിസ്ത്യൻ സഭ അതിന് 400 വർഷം മുമ്പ് ഉണ്ട്. നമ്മുടെ നാടിന്റെ ഐഡിയല്ലേ? നമ്മളെല്ലാം ആലോചിച്ച് നോക്കി, നല്ലൊരു ശതമാനം നമ്മുടെ നാട്ടുകാരും പഠിച്ച ക്രിസ്ത്യൻ സ്കൂൾസിലല്ലേ, അല്ലെങ്കിൽ അവരുണ്ടാക്കിയ ആരോഗ്യ സ്ഥാപനങ്ങൾ. മുത്തശ്ശൻ കിടന്നത് പള്ളിയുടെ സ്ഥാപനത്തിലാണ്, മുത്തശ്ശൻ കിടന്നത് ക്രിസ്ത്യൻ. നമ്മുടെ നാടിന്റെ ഒരുമ, ഇതാണ് ശക്തി. വീട്ടിൽ വന്ന 4-5 ക്രിസ്മസ് സ്റ്റാർ കാണും. എനിക്ക് ഏറ്റവും വേദന, ഞങ്ങളിപ്പോ വന്നപ്പോ പ്രശ്നമേ നോർത്ത് ഇന്ത്യ പല സ്ഥലങ്ങളിലും ക്രിസ്മസ് ആക്രമിക്കുകയാണ്. എന്തിന്? നമ്മുടെ പാലക്കാട് ഒരു ക്രിസ്മസ് കരോൾ അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞാൽ വേദനയാണ്, നമുക്കൊരു വേദനയാണ്. അപ്പം ഇനി 2 നമ്മുടെ മാത്രമല്ല, അതാണ് അപ്പം കാസ മിണ്ടുന്നില്ല വേറൊരു കാര്യം. വളരെ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. ഇനി 2 വിവേകാനന്ദ സ്വാമി എപ്പോഴും കൈ കരുതുന്ന 2 പുസ്തകങ്ങളുണ്ട്. വിവേകാനന്ദന്റെ രേഖ പറയുന്നത്, 1 ഭഗവത്ഗീതയാണ്, 2 ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്. വിവേകാനന്ദൻ യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇത് ഈ മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചല്ല, ആത്മാർത്ഥമായി എല്ലാ മതങ്ങളിലൂടെയും നന്മയുണ്ടെന്നുള്ള തിരിച്ചറിവിന്റെ ബേസിലാണ് ഇത് ചെയ്തത്. ആ തിരിച്ചറിവ് നോക്കാം. ആ വിവേകാനന്ദനെയും ഗാന്ധിജിയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. തൊണ്ടയും പറ്റിയിട്ടുണ്ട്. BJP ഇനി ഏതെങ്കിലും ഒരു കാലത്ത്, ഇപ്പൊ തന്നെ അവര് ചെറിയ രീതിയിൽ 20% വർധനവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെങ്കിലും പിന്നീട് ഇപ്പൊ 16-ലേക്ക് താന്നു, എന്നെങ്കിലും കേരളത്തിൽ അധികാരത്തിലേക്ക് വരുമെന്ന് തോന്നുന്നുണ്ടോ? BJP-ക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഒറ്റ കാര്യം നോക്കിയാൽ മതി, ഹിന്ദു പ്ലസ് ക്രിസ്ത്യൻ പ്ലസ് മുസ്ലിം ഐക്യം ബേസ് ചെയ്താണ് കരുണാകരൻ സാർ UDF ഉണ്ടാക്കിയത്. അതായത് UDF എന്ന് പറഞ്ഞാല് ഇടത് വിരുദ്ധ, അന്ന് NDP നായന്മാരുടെ പാർട്ടി, NDP, SRP ഈഴവ സമൂഹത്തിന്റെ പാർട്ടി, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പാർട്ടി, ഇതിനെ
കൂട്ടിയിണക്കിയാണ് അതെ. ആ സ്പേസ് BJPക്ക് എടുക്കാൻ കഴിയുമെങ്കിൽ BJP വരും, ആ സ്പേസ് കോൺഗ്രസിന് എടുക്കാൻ പറ്റുമെങ്കിൽ കോൺഗ്രസ്. പക്ഷെ അതിലെ പ്രശ്നം എന്ന് പറയാം, BJPക്ക് അത് എങ്ങനെ സാധിക്കും? കാരണം ഇന്ത്യയിൽ അത് നടക്കുകയല്ല. കാരണം ഇന്ത്യയിൽ മുസ്ലിം വിരുദ്ധത പറഞ്ഞാണ് എല്ലായിടത്തും അവർ ജയിക്കുന്നത്. അപ്പം കേരളത്തിലെ അധികാരത്തിന് വേണ്ടി അത് മാറ്റി കഴിഞ്ഞാൽ കാരണമുണ്ട്, അതും കൂടെ അറിഞ്ഞിരിക്കണം. ഒറ്റ വരിയിൽ ഞാൻ പറയാൻ ഇവരെല്ലാവർക്കും വലിയൊരു വിഷയമാണ്. അതായത് ക്രിസ്ത്യൻ സമൂഹം ആഴ്ചയിൽ ഒരിക്കൽ ഒത്തുകൂടുന്ന ഞായറാഴ്ചയാണ്, മുസ്ലിം സമൂഹം ഒത്തുകൂടുന്നത് വെള്ളിയാഴ്ചയാണ്. അങ്ങനെ ഹിന്ദു സമൂഹത്തിന് ഒരു സ്പേസോ ഇടമോ ഇല്ല. അതുകൊണ്ട് എപ്പോഴും ഒരു ശത്രു വേണം, എപ്പോഴും അപ്പുറത്ത് ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നു എന്ന് പറയണം. ഇങ്ങനെ പറഞ്ഞാണ് കഥ ഉണ്ടാക്കുന്നത്. അത് മാറിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ നന്നാവുന്നുള്ളതാണ് വിശ്വാസം. BJP എന്നാലും കേരളത്തിൽ ഈ UDF പറഞ്ഞാൽ ലീഡർ കരുണാകരന്റെ മോഡലിലേക്ക് കോൺഗ്രസിനോ BJPക്കോ നടന്നെടുക്കാൻ കഴിഞ്ഞാൽ അവർ ജയിക്കും. ഉദാഹരണം, തൃശ്ശൂരിലെ ശ്രീ സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച അതേപോലുള്ള വോട്ട് കൺസോൾട്ടേഷൻ ആണ്. അതായത് പ്രധാനമായിട്ട് ഈ നായർ, ഈഴവ, നസ്രാണി വോട്ടുകൾ വന്നു, മുസ്ലിം വോട്ടുകളും കുറച്ചൊക്കെ ശ്രീ സുരേഷ് ഗോപിക്ക് വന്നു. ജീവിതത്തിൽ കൊടുത്തിട്ടുണ്ട് BJPക്ക് അത്രത്തോളം വോട്ടുകൾ. അതാണ് കോൺഗ്രസ് ജയിച്ചാലും BJP ജയിച്ചാലും ഉള്ള ഇക്വേഷൻ. പക്ഷേ എന്താ, അതിലേക്ക് എത്താൻ കഴിഞ്ഞാൽ നല്ല. ഇനി രണ്ട് BJPക്കാരെ നന്നാക്കുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ആ മുസ്ലിം വിരോധവും ക്രിസ്ത്യൻ വിരോധവും മാറ്റിയാൽ ഞാൻ ഇവിടെ കാണുന്ന സന്ദീപ് വാര്യറിന്റെ. സന്ദീപ് വാര്യർ വന്നപ്പോ ഒരുപാട് ട്രോൾ ആയിരുന്നു. എന്താണെങ്കിലും ചാണകം തന്നെയല്ലേ, അങ്ങനെ കൊണ്ട് കാര്യമുണ്ടോ? സന്ദീപ് ഒരു മതസൗഹാർദ്ദവാദിയാണ്. എനിക്ക് 20 വർഷമായിട്ട് 15-20 വർഷമായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. മതസൗഹാർദ്ദ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ഒരു വർഷം മാറ്റി വ്യക്തിയാണ്. നമുക്ക് എല്ലാരും വേണ്ടേ മാറ്റം? വേണ്ട മനുഷ്യനെ മാറ്റം. ഈ ഹാർമണി, അതാണ് നേരത്തെ അമ്മ യൂസ് ചെയ്ത വാക്കെന്നല്ല, ഹാർമണി. വേറൊരു കോണ്ടെക്സ്റ്റിലാണെങ്കിലും ഹാർമണിയാണ് നമ്മുടെ ആത്മാവ്. ടെക്നോ പാർക്കിൽ എഴുതി വെച്ചിരിക്കുന്നത് ഹാർമണി എന്ന് വർക്കുന്ന ഹാർമണി. ഏത് ഹാർമണി ആണെങ്കിലും അതാണ് വേണ്ടത്. 3.0 ഉണ്ടാവുമോ? ചാൻസ് കുറവാണ്. ഇനിയും കോൺഗ്രസിന്റെ ഒരു സമയമാണ്. കോൺഗ്രസ് ഹൈലൈറ്റ് ഉണ്ട്. കോൺഗ്രസിനെ തോപ്പിക്കാൻ കേരളത്തിൽ ഒരു ശക്തിക്കേ പറ്റൂ, അത് കോൺഗ്രസ്സുകാർക്കാണ്. അവര് തോപ്പിക്കാൻ അധികാര വടംവലി ഒന്ന് ഒഴിവാക്കി എല്ലാവരും ഉണ്ടാവും. വടംവലി മീൻസ് ഞാൻ ഇതായിട്ട് പറയല്ല കേട്ടോ. പ്രധാനമായിട്ട് ഈ 4 നായർ നേതാക്കൾ തമ്മിൽ വടംവലി പറയുന്നതിന് പടിയില്ല. ശ്രീ VD സതീശൻ, ലെഫ്റ്റ് ലിബറൽ നായർ. രമേശ് ചെന്നിത്തലാജി സ്ലൈറ്റ്ലി റൈറ്റോട്ടും കൂടെ നിൽക്കുന്ന നായർ. ശശി തരൂർ വിശ്വഭവൻ നായർ. KC വേണുഗോപാൽ. ശശി തരൂർ ഒഴിവാക്കിയാൽ ഇനി ശശി തരൂരിന്റെ അധ്യായം അടഞ്ഞുകൊണ്ടിരിക്കുന്ന KC വേണുഗോപാൽ സാർ. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, രാഹുൽ ഗാന്ധിയുടെ അടക്കം മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. അദ്ദേഹത്തിന് ഒരു ചാൻസ്. പിന്നീട് കരുണാകരൻ സാറിന്റെ മകനൊക്കെയാണ് മുരളീധരൻജി. ഈ ആ നായർ സ്പേസ് ആണ് കൂടുതൽ ഉണ്ടാകുക. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറിനെ പോലെ ആളാണ്. ശരിക്കും ഹിന്ദുക്കൾക്ക് നായർ, ഈഴവ ഹിന്ദുക്കളെക്കാൾ കൂടുതൽ ഇഷ്ടമുള്ളായിരുന്നു ഉമ്മൻചാണ്ടി സാറേ. ദീപ എല്ലാവർക്കും ദീപ ഒരു തവണ ഉമ്മൻചാണ്ടി സാറിനെ കണ്ടു തിരിച്ചു വന്നോട് എന്തൊരു ജെനുവിനായ മനുഷ്യനാണ്. ഞാൻ നേരിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് കണ്ടിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആൻഡ് അട്രാക്റ്റഡ് ആയി. ഒരു വ്യക്തി ഇന്ന് എവിടെ വല്ല എഴുതി വെച്ച് തരാം, ഒരു മുഖ്യമന്ത്രിയുടെ റൂമിലേക്ക് ഒരാളുടെ സഹായമില്ലാതെ, ഒരാളുടെ ഒരു എഴുത്തോ കുത്തോ ഇല്ലാതെ കയറിപ്പോവാൻ എവിടെയെങ്കിലും പറ്റുമെങ്കിൽ അത് ഉമ്മൻചാണ്ടി സാർ. ഒരു സംശയം വേണം അതിനകത്ത്. അല്ല, അതുപോലത്തെ നേതാക്കളെ ജനകീയത എല്ലാവർക്കും വേണം. കോൺഗ്രസും BJP CPM തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് ചിന്തിക്കാൻ, നമ്മൾ അങ്ങനെ കുറ്റപ്പെടുത്തുന്നില്ല. പിണറായി സഖാവിന്റെ റൂമിലേക്ക് നമുക്കൊരു CPM ഏരിയ സെക്രട്ടറിയുടെയോ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിയുടെ ഒരു കത്തില്ലാതെ നമുക്ക് കയറിപ്പോൾ ചിന്തിക്കാൻ പറ്റും. ജനകീയത ഭയങ്കരമാണ്, വളരെ വ്യത്യാസമാണ്. അതുപോലെ തന്നെ നിലവിൽ CPM-ന് വെല്ലുവിളിയായിട്ട് ഏതെങ്കിലും ഒരു പാർട്ടി ഉണ്ടെന്ന്? CPM-ന്റെ പോസിബിലിറ്റി, CPM-ന്റെ ശക്തി എന്താ? നല്ല കേഡർ സംവിധാനം, സംഘടന. ശക്തി. കോൺഗ്രസിന്റെ വീക്ക്നെസ് എന്താ? നല്ലൊരു സംഘടന ഇല്ല, നേതാക്കന്മാർ കൂടുതലുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. എനിക്കൊന്ന് സാദിഖ് അലി തങ്ങള്, അദ്ദേഹം ഒരിക്കൽ നമ്മുടെ ജോണി ലൂക്കാസിന്റെ നേരെ ജോവിയ പരിപാടിയിൽ പറഞ്ഞു, കോൺഗ്രസ് നേതാക്കളുടെ പാർട്ടിയാണ് എന്ന് പറഞ്ഞ അണികളെക്കാട്ട് കൂടുതൽ അലങ്കാരികമായിട്ടാണ്. BJPക്കും RSSന്റെ ഒരു സംഘടനാ ബലമുണ്ട്. ഒരു സെമി കേഡർ സിസ്റ്റം എങ്കിലും വരണം കോൺഗ്രസിന് എന്നുള്ളതാണ് സത്യം. അത് സ്വാഭാവികമായിട്ട് നമ്മളിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം പറഞ്ഞതുകൊണ്ട് ഇനി ഒരു 3 ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമുക്ക് സെഗ്മെന്റ് കഴിഞ്ഞ് അവസാനിപ്പിക്കാം. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണെങ്കിലും നമുക്ക് ഒരു കാര്യത്തിൽ സംശയമില്ല, തെറ്റുപറ്റിയിട്ടുണ്ട്. അതായത് ജാഗ്രത കാണിക്കണമായിരുന്നു. കാരണം നിയമവ്യവസ്ഥയുടെ കീഴിൽ നിൽക്കുന്ന MLA പോലുള്ള ഒരു വലിയ പദവി അലങ്കരിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഒരു സിനിമ സ്റ്റാർ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് മേഖലയുള്ള ആളാണെങ്കിലും നമ്മൾ ഇത്രത്തോളം പ്രശ്നമാക്കുകയല്ല. അതൊക്കെ സ്വാഭാവികം, സർവ്വസാധാരണ. ഏറ്റവും ഷാർപ്പായിട്ട് ഉത്തരം പറയാം. കേസ് കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 2 ഈ പീഡന അടക്കമുള്ള പരാതികൾ വന്നു. 2ഉം കോടതി ദുർബലപ്പെടുത്തി. ആദ്യത്തെ കേസിൽ നിൽക്കില്ല എന്ന് പറഞ്ഞു, രണ്ടാമത്തെ ബാംഗ്ലൂർ പരാതി നിൽക്കില്ല എന്ന് പറഞ്ഞു. ഇനി 2 രാഹുൽ ബാംഗ്ലൂരിലെ കേസ് എനിക്ക് തോന്നുന്നത് ഭയങ്കര അൾട്രാ ഫേക്ക് ആയിട്ട് എഴുതി മേടിച്ചോണ്ട് വന്നത് പോലീസുകാർ പോയി. പക്ഷെ അതിന് മുമ്പുള്ള ആ പീഡന അല്ലെങ്കിൽ
ഗർഭിണിയായ അതുള്ളത് ജെന്യൂൻ ആയിട്ട് രണ്ട് അതിൽ തന്നെ ഈ പീഡന പരാതി കോടതി നിൽക്കില്ല എന്ന് കോടതിയുടെ വിധി തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് ജാഗ്രത വേണമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വേണം. രാഹുൽ ചെറുപ്പക്കാരനാണ്. ഇനി ഏതെങ്കിലും രീതിയിൽ അങ്ങനെ വീഴ്ചകളോ എന്തെങ്കിലും പറ്റിയെങ്കിൽ അടുത്ത കാലത്ത് നമ്മുടെ എല്ലാ പാർട്ടികളിലെയും യുവജനങ്ങളിൽ കണ്ട ഏറ്റവും മികച്ച കുറച്ച് ആൾക്കാരിൽ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ പോലുള്ള സന്ദീപ് വാര്യർ, എം സ്വരാജ് ഭയങ്കര പണ്ഡിതനാണ്, ഭയങ്കര സ്കോളറാണ്. വേറെ രീതിയിലും BJP-യിലാരാ ശംഖു ടി ദാസ്, യുവരാജ് ഗോകുൽ, അങ്ങനെ ഒരുപാട് പെട്ടെന്ന് എല്ലാ പാർട്ടിയിലും ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഷിബു മീരാൻ, അല്ലെങ്കിൽ നമ്മുടെ യൂത്ത് ലീഗിന്റെ ഫിറോസ്, അതൊക്കെ ഒരുപാട് പേർ. പക്ഷേ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ച് തന്നെ പോകണം. പക്ഷെ ഇത്രത്തോളം ജനപിന്തുണ ജനസ്വീകാര്യതയും ഇത്ര ചുരുങ്ങിയ കാലം കൊണ്ട് ഒരാൾ ഉണ്ടാക്കിയിട്ടില്ല. അതായത് ഉത്തുംഗ സംഘത്തിൽ നിന്ന് പടുകുഴിയിലേക്ക് നിമിഷ നേരം കൊണ്ട് അതുകൊണ്ട് ആ കേസെല്ലാം തീർന്ന് ശക്തമായി തിരിച്ച് ജനുവരി 15 എന്തോ ആ കേസ് വെച്ചിരിക്കുന്നത്. ഞാനുമായിട്ട് കൂടെ ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് കൂടുതൽ പറയാത്തത്. പക്ഷേ ഇവിടെ ഇനി ഒരു കാര്യം കൂടെ ഇത് അറിഞ്ഞിരിക്കാൻ, എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലും അങ്ങനെ യാതൊരു വ്യക്തിപരമായ സൗഹൃദവും ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ നെഹ്റൂവിയനാണ്, ഞാൻ ഗാന്ധിയനാണ്. എന്നെ അതിശക്തമായി പലതവണ ആക്രമിച്ച് ഞങ്ങൾ TV ചാനലിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് മുസ്ലിം ലീഗിന്റെ ചരൽക്കുന്ന് ക്യാമ്പിലുണ്ടായിരുന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് രാഹുൽ ഈശ്വർ ഇന്ത്യൻ ഫാസിസത്തിന്റെ ചിരിക്കുന്ന മുഖമാണെന്നൊക്കെയാണ്. ഏഷ്യാനെറ്റിൽ വിനുവിന്റെ ചർച്ചയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സംഭവം നടക്കുന്നതിന് 1 മാസം മുമ്പ് പറയുണ്ടായി രാഹുൽ ഈശ്വർ സ്ലോ പോയിസൺ ആണ്, അർണബ് ഗോസ്വാമി വലിയ പോയിസൺ നോർത്ത് ഇന്ത്യയിൽ, രാഹുൽ ഈശ്വർ സ്ലോ. ഞാൻ പറഞ്ഞ അല്ല, രാഹുൽ മാങ്കൂട്ടത്തിലെ ഞാനൊരു ഗാന്ധിയൻ സോഫ്റ്റ് റൈറ്റ് ആണ്. എല്ലാ വലതുപക്ഷക്കാരും മോശമാണെന്ന് പറയരുത്. തീവ്ര വലത് മോശമാണ്, തീവ്ര ഇടത് മോശമാണ്. ഞാനൊരു സെന്റർ റൈറ്റ് ഒക്കെ നിൽക്കുന്ന സ്പേസ് ആണ് പറഞ്ഞു. അല്ല, അതിൻ്റെ അകത്ത് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം കൂടി ഇല്ലേ രാവിലേട്ടാ? അതായത് പുള്ളി അല്ലെങ്കിൽ ആ വ്യക്തിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെന്നുള്ള സംശയമൊന്നുമില്ല ആർക്കും, എല്ലാവർക്കും അത് വ്യക്തമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ആവശ്യമായ സമയത്ത് എല്ലാത്തിനും കൂടെ നിന്നിട്ട് തമ്മിൽ തെറ്റുമ്പോ പുരുഷന്റെ ഒരു പണി കൊടുത്തേക്കാം. എല്ലാ നിയമങ്ങളും അനുകൂലമാണ്, സ്ത്രീക്ക് അനുകൂലമാണ്. അവിടെയാണ് പുരുഷ കമ്മീഷന്റെയും ഇതിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം വരുന്നത്. നമ്മുടെ സഹോദരൻ, നമ്മുടെ അച്ഛൻ, നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കുക. പക്ഷെ ഇത് വ്യാജ പരാതി എന്നുള്ള അഭിപ്രായമില്ല. അല്ല, പക്ഷെ പീഡനം വ്യാജ പരാതി ആയിരുന്നല്ലോ. പീഡനം വ്യാജ പരാതിയാണ്. ബാക്കിയുള്ള കാര്യം കോടതി പരിഗണന ജാഗ്രത കാണിക്കേണ്ടത് പുള്ളിയുടെ ഉത്തരവാദിത്തം. ഒരു സംശയമില്ല. അതിനകത്ത് പരാജയം സംഭവിച്ചു. അല്ല, ജാഗ്രതയല്ല, എക്സ്ട്രാ ജാഗ്രത കാണിക്കണം. പൊതുമണ്ഡലത്തിൽ ആൾക്കാരാണ് എക്സ്ട്രാ ജാഗ്രത കാണിക്കും. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും പറഞ്ഞു, നമ്മളെല്ലാം ക്രിസ്ത്യൻ സ്കൂളുകളിൽ പഠിച്ച വ്യക്തികളാണെന്ന് പറഞ്ഞിരുന്നു. സെന്റ് റീത്താസിലെ ഹിജാബ് വിഷയം കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ അകത്ത് എന്താണ്? ആ പാവം പെൺകുട്ടി അവള് തട്ട ഇട്ടോട്ടെ. ആ തട്ടത്തിന്റെ ഇതെന്താണെന്നറിയാമോ? നമ്മുടെ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടമിട്ട മൂവീസിലൊന്നാണ് തട്ടത്തിൻ മറയത്ത്. ക്രിസ്ത്യാനിയായ നിവിൻ പോളിയും ഹിന്ദുവായ നമ്മുടെ വിനീത് ശ്രീനിവാസനും ശ്വേതാംബരധരേ ദേവി എന്ന മനോഹരമായ ദേവി സ്തുതി ഈഷാ തൽവാറിന്റെ തട്ടമിട്ട നോക്കിയാ പറഞ്ഞത്. രണ്ട്, സ്കൂളുകൾ ഇത്തരം കാര്യങ്ങളിൽ കടുംപിടുത്തം പിടിക്കാൻ പാടില്ല. പകരം എല്ലാത്തരം ഡ്രസ് കോഡ്. ഇപ്പം ഞാൻ നാളെ കയ്യിൽ ചരട് കെട്ടിക്കൊണ്ടുപോകുമ്പോൾ ചരട് അഴിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടും. നാളെ ഒരു സിഖ് കുട്ടി അവരുടെ തലപ്പാവ് ധരിച്ചു വരികയാണെങ്കിൽ പാടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടും. നമ്മുടെ പ്രധാനമന്ത്രി സിഖ് ടർബൻ വെച്ച മൻമോഹൻ സിംഗ് ആയിരുന്നില്ലേ? അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഇതാണ് ആ പോയിന്റ്. റീസണബിൾ അക്കോമഡേഷൻ. നമ്മൾ ലോയിൽ പഠിക്കുന്നത് റീസണബിൾ റെസ്ട്രിക്ഷൻ ആണ്. പക്ഷേ അവരുടെ ഭാഗത്തൊരു തെറ്റുമില്ലേ? അതായത് ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ്, പക്ഷെ എന്നിരുന്നാൽ പോലും അവരുടെ ഭാഗത്ത് അങ്ങനെ ഒരു നിയമമുള്ള സ്കൂളിൽ പോകാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. കമ്മ്യൂണൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഇട്ടുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. വെളിയിൽ ചെന്ന്, സ്കൂളിന്റെ വെളിയിൽ ചെന്ന് ആ തട്ടം ബാഗിനകത്ത് എടുത്തു വെക്കും. എന്തിനാ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്? ന്യായമായ ചോദ്യം അതാണ്. ഏറ്റവും കൗതുകമുള്ളൊരു കാര്യം കൂടെ കേൾക്കണം. ആ സ്കൂളിലെ 1-2 ആൾക്കാർ, ആ സ്ത്രീയുടെ പേര് ഞാൻ വിട്ടുപോയി, അവര് സ്വന്തം മക്കളെ ആ സ്കൂൾ മാറ്റി അവര് ചേർത്തത് സ്കൂൾസിൽ തന്നെ. അത് മാത്രമല്ല, അവിടുത്തെ PTA പ്രസിഡന്റ് പിന്നീട് BJP സ്ഥാനാർത്ഥിയായി പരാജയപ്പെട്ടു. അത് വേറെ യാഥാർത്ഥ്യം. പ്രശ്നം എന്താ അറിയാമോ? അങ്ങനെ ഹാർഡ് ലൈൻ എടുക്കരുത്. ഹാർഡ് ലൈൻ ഒന്നിനും ഗുണം ചെയ്യില്ല. അതുകൊണ്ടല്ലേ നമ്മുടെ ഇപ്പൊ സോണിയാഗാന്ധി പലപ്പോഴും ഇങ്ങനെ തലമറച്ച് നിൽക്കുന്ന നമ്മൾ കാണും. ഇന്ദിരാഗാന്ധി ഇതൊരു പോസിറ്റീവായി നമ്മൾ എടുക്കണം. ഓവറാക്കരുത്, ഒന്നും ഓവറാക്കരുത് എന്ന് പറഞ്ഞ് നേരെ തിരിച്ച് ഞാൻ ജൈനമത വിശ്വാസിയാണ്, വസ്ത്രം ഇടാതെ വരാൻ എനിക്ക് അവകാശമുണ്ടെന്ന് പറയുകയും ചെയ്തത്. റീസണബിൾ അക്കോമഡേഷൻ ആണ് സ്പേസ്. എല്ലാവരോടും ലാസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചിട്ട് എല്ലാരും കൂടെ അല്ല, പ്രധാനമായിട്ടും 2 സ്ത്രീ ജനങ്ങൾ നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ ആ ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സെക്ഷൻ അവസാനിപ്പിച്ച് നമുക്ക് സെഗ്മെന്റും കൂടെ കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു നടുവേദന വന്ന ഒരു വലിയ സംഭവം നമുക്ക് അവസാനിപ്പിക്കാം. നീ ഇല്ല സെഗ്മെന്റ് തീരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ആകെ. അപ്പോ അമ്മയോടും ദീപ ചേച്ചിയോടും രണ്ടുപേരും കൂടെ ചോദ്യം. രാഹുലേട്ടൻ എഗെയിൻസ്റ്റ് അവിടെ നിൽക്കുന്നത് കേട്ടോ. അതായത് രാഹുലേട്ടൻ എടുക്കുന്ന നിലപാടുകൾ
ഒന്ന് അതിജീവിതക്കെതിരായിട്ടുള്ള ഒരു നിലപാട്, രണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട്. രണ്ടും സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള നിലപാടുകളാണ്. അതിന്റെ യാഥാർത്ഥ്യവും അതിന്റെ സത്യാവസ്ഥയും ഒരു തട്ടിൽ മാറ്റി വെക്കുക. വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് പൊതുവെ പല മാധ്യമങ്ങളിലും കമന്റുകളായിട്ടും അല്ലെങ്കിൽ പല റിയാക്ഷൻ വീഡിയോകളിലും പൊതുവെ പല ജനങ്ങളും അങ്ങനെയാണ് സംസാരിച്ചു പോകുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. രണ്ട് സ്ത്രീകൾ എന്ന രീതിയിൽ, ഒന്ന് അമ്മ ഒന്ന് ഭാര്യ എന്ന രീതിയിൽ നിങ്ങൾ രണ്ടുപേരുടെയും നിലപാട്, അതിൻ്റെ അടുത്ത് രാവിലെ അഭിപ്രായം പറയരുത്, നിങ്ങളുടെ രണ്ടുപേരുടെയും നിലപാട് എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അത് എല്ലാ മലയാളികളും കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യം ദീപ ചേച്ചി പറയട്ടെ. ദീപ നല്ലൊരു കാര്യം ദീപയോട് ചോദിച്ചു, അതിജീവിതയോടൊപ്പം നല്ലൊരു ചോദ്യം ചോദിക്കുകയും ചെയ്തു. ദീപ പറയുകയും ചെയ്തു, അതിജീവിതയോ പരാതിക്കാരനോ അല്ല, സത്യത്തോടല്ല. ദീപ എന്ന് പറയും കണ്ട അവിടെ ഹിന്ദിട്ട് കൊടുത്ത് അത് പറയുന്നില്ല, അത് പറഞ്ഞതുകൊണ്ട് പറയാം. അല്ല, എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വേട്ടക്കാരൻ എന്നുള്ള വാക്ക് ഇപ്പൊ ഉപയോഗിച്ചു. നമ്മൾ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോഴൊരു വല്ലാത്തൊരു നെറേറ്റീവ് കേൾക്കുന്ന ആളുകളുടെ ഉള്ളിലങ്ങ് എന്താ പറയുക, ഇതുപോലെയുള്ള മാധ്യമ പ്രവർത്തകർ ഇടുകയാണ്. ഓക്കെ, അതുപോലെ ഒന്നാണ് ഇര. അല്ല, എന്ന് വെച്ചാൽ ഇര, വേട്ടക്കാരോടൊപ്പം, ഇരയോടൊപ്പം, ഇങ്ങനെയൊക്കെ പറയുമ്പോ ഈ ഇര ആരാണ് വേട്ടക്കാരൻ ആരാണെന്നുള്ളത് തീരുമാനിക്കാൻ ഒരു സ്പേസ് വേണ്ടേ? തീർച്ചയായിട്ടും. അപ്പോ ആ സ്പേസ് പതിയെ ഇല്ലാതാക്കുകയാണ് നമ്മൾ ആദ്യമേ ഇതങ്ങ് ഇടുമ്പോ. ഈ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആദ്യമേ ഇത് പറയുമ്പോഴത്തേക്കും ആ ഒരു സ്പേസ് അങ്ങ് ഇല്ലാണ്ടാവാണ് ഓൾറെഡി. അത് ആ ഒരു ഗണത്തിൽ പെട്ടതാണ് ഈ പറയുന്ന കേസുകളെല്ലാം എന്നാണ് എന്റെ പരിമിതമായ അറിവിൽ എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇത്രത്തോളം ഗ്രാഹ്യമില്ല ആ ഒരു വിഷയത്തെ കുറിച്ച്. പക്ഷെ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഞാൻ സ്ത്രീകൾക്ക്, ഇപ്പൊ ഞാനൊരു സ്ത്രീയാണ്, അപ്പൊ എന്റെ അടുത്ത് പലരും, എനിക്കറിയാം ഒരുപാട് പേർക്ക് എന്നെ കാരണം ഞാൻ സ്ത്രീകൾക്ക് എതിരെയാണെന്ന്. പക്ഷെ സത്യം പറയണമെന്നുണ്ടെങ്കിൽ ലെറ്റ് ജെന്യുവൻ ക്രൈസ് ബി ഹേർഡ് എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ജെന്യുവൻ ആയിട്ട് പീഡനം അനുഭവിക്കുന്ന എത്ര സ്ത്രീകൾ ആസ് വി സ്പീക്ക് നൗ, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു ഇപ്പോൾ, അല്ലെ? അപ്പോൾ നാളെ ഇതുപോലൊരു വിഷയം വരുമ്പോഴത്തേക്കും അന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് പറ്റിയതുപോലെ അടുത്ത ഒരെണ്ണം വന്നിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ കാണാതെ ഇത് യഥാർത്ഥത്തിൽ ഒരു നമ്മൾ സഹായിക്കേണ്ട ഒരു യഥാർത്ഥത്തിലൊരു ഇരയാണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ആദ്യമേ ഒരു ജഡ്ജ്മെന്റിലേക്ക് ചെല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഈ വേട്ടക്കാരൻ, ഇര, അതിജീവിത എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാല് സർവൈവർ. യഥാർത്ഥത്തിൽ എന്താണ് ഇവര് സർവൈവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമില്ല. എന്ന് വെച്ചാൽ ശരിക്കും പീഡനമാണോ സർവൈവ് ചെയ്തിട്ടുള്ളത്, അതോ ജീവിതത്തിൽ എടുത്ത ചില റോങ് ചോയ്സസ് കാരണം ഉണ്ടായ പ്രശ്നങ്ങളാണോ എന്നുള്ളത്. നമുക്ക് ഒരു കാര്യം കൂടി പറയട്ടെ, നമുക്ക് ഓരോരുത്തർക്ക് ലൈഫിൽ നമ്മൾ ഓരോരുത്തരെ പ്രണയിക്കുന്നു, വിവാഹം കഴിക്കുന്നു, ഇതെല്ലാം നമ്മുടെ ചോയ്സ് ആണ്, അല്ലെ? ഇപ്പൊ നമ്മുടെ ചോയ്സ് ചിലപ്പോൾ പിന്നീട് ശരിയായിട്ട് വരാം, ഭാവിയിൽ തെറ്റായി വരാം. തെറ്റായി വന്നാല് ശരിയാണത് വളരെ ദൗർഭാഗ്യമായ കാര്യമാണ്. പക്ഷെ വി ഷുഡ് ഗോ ഫോർ എന്താണ് അതിന് വേണ്ട കാര്യം എന്ന് വെച്ചാൽ അത് നോക്കുക. പക്ഷെ അത് നേരെ ഉടനെ തിരിഞ്ഞു വന്നിട്ട് നമ്മൾ അതിജീവിതയായി മാറുന്നത് എങ്ങനെയെന്നുള്ളത് എന്നെ ഇപ്പോഴും സംശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വാട്ട് ഡിഡ് ഐ സർവൈവ്? എന്റെ റോങ് ചോയ്സസിന്റെ ഫലം എനിക്ക് ലെസൺ ലേൺഡ് ആണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല. നമ്മൾ ആരെയും വിവാഹം കഴിക്കണം, വിവാഹത്തിന് ശേഷം ഒരാളോട് സ്നേഹം തോന്നും, വിവാഹത്തിന് മുൻപ്, ഇതൊന്നും ശരിയും തെറ്റും പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഇതിൽ തെറ്റെന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഈ വിവാഹത്തിന് ശേഷമോ വിവാഹത്തിന് മുൻപോ ആയിക്കോട്ടെ, പക്ഷെ ഒരു പുരുഷനോട് നമുക്കൊരു സ്നേഹം തോന്നിയാൽ അത് എന്റെ ചോയ്സ് ആണ്. അതിൽ നിന്നും വരുന്ന നല്ല കാര്യങ്ങളോ ചീത്ത കാര്യങ്ങളോ ഓണപ്പ് ചെയ്യാനുള്ള ഒരു ധൈര്യം 18 വയസ്സിന് മുകളിലുള്ള ഒരു സ്ത്രീക്ക് ഉണ്ടാവണം. അല്ലാതെ അതിൽ നിന്ന് ഒരു തെറ്റായ ചോയ്സ് ആണെന്ന് പറയുമ്പോൾ അത് നേരെ പുരുഷന്റെ തലയിലേക്കോ, മറിച്ച് പുരുഷനത് തെറ്റാണ് സ്ത്രീയുടെ തലയിലേക്കോ. അതുകൊണ്ട് ഇതിലൊരു ജെൻഡർ വ്യത്യാസമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതില് എന്താ എതിര് പറയാൻ പോലും എനിക്ക് തോന്നാത്തില്ല. കറക്റ്റ്, വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം. ഒരു അമ്മ പറയുന്നതിന് മുമ്പേ, ഉമ്മൻചാണ്ടി സാർ വേട്ടക്കാരനാണോ? അതെ 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 ഞാൻ പലയിടത്തും ബാധിച്ച, ഞാൻ ഭാഗ്യലക്ഷ്മി ചേച്ചി, ഉമ്മൻചാണ്ടി സാറിനെതിരെ പരാതി കൊടുത്ത സ്ത്രീ അതിജീവിത അല്ല, ഭാഗ്യലക്ഷ്മി ചേച്ചിയോട് ഞാൻ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ ബാധിച്ചൊരു ഉമ്മൻചാണ്ടി സാറിന്റെ വിഷയം വെച്ചാൽ ഞാൻ ബാധിച്ചത് തന്നെ. അതായത് ഉമ്മൻചാണ്ടി സാറിനെ ഒരു സ്ത്രീ ഇട്ട് അപമാനിച്ചിട്ട് അവസാനം ഉമ്മൻചാണ്ടി സാറിന് എവിടെ കഴിഞ്ഞപ്പോൾ 10 നാൾ അദ്ദേഹം അനുഭവിച്ച വേദന, അദ്ദേഹം മരണപ്പെട്ടതിൽ പോലും അതിനകത്ത് പങ്കുണ്ടെന്നാ പറയുന്നത്. അദ്ദേഹം അനുഭവിച്ച വേദന കൊണ്ടാണ് ആരെങ്കിലും ഒരാൾ ഉമ്മൻചാണ്ടി സാറിനെ സപ്പോർട്ട് ചെയ്തു. അതെ, ആ സമയത്ത് ഇത്രയും കേരളം കണ്ട ജനകീയനായ മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ 100%. അപ്പൊ അമ്മ സ്വാഭാവികമായിട്ടും ദീപ ചേച്ചി വളരെ വസ്തുനിഷ്ഠവും വ്യക്തവും ആയിട്ടുള്ളൊരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അതിനകത്ത് എനിക്കൊരു എതിരഭിപ്രായമില്ല. അതായത് ഒരു സ്ത്രീ അതിനകത്ത് തെറ്റോ പോസിറ്റീവ് ആയിട്ട് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ എന്നിട്ട് അത് അനുഭവിക്കാനും അതിന്റെ എന്താണോ അതിന്റെ ഭവിഷ്യത്തിൽ അനുഭവിക്കാൻ അവർ തന്നെ ബാധ്യസ്ഥരാണ്. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അത് നമ്മൾ അതിനകത്ത് അംഗീകരിക്കുന്നു. ആ കറക്റ്റ് പോയിന്റ് ആണത്. അതിനകത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും വ്യത്യസ്ത അഭിപ്രായം അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും അതിനെ കുറിച്ച് പറയാനുണ്ടോ?
ഇല്ല, എനിക്ക് വ്യത്യസ്തമായിട്ടൊന്നും പറയാനില്ല. ദീപ പറഞ്ഞത് തന്നെയാണ് എനിക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആൻസർ. അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. തെറ്റ് ആര് ചെയ്താലും, രണ്ടുപേര് തമ്മിൽ ചെയ്താലും തുല്യമായ, അല്ലാതെ ഈ വേട്ടക്കാരൻ അത് ചെയ്തു, വേട്ടക്കാരി, ഇപ്പൊ ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യം പറഞ്ഞോട്ട് ഉമ്മൻചാണ്ടി അപ്പൊ അവിടെ സാർ വേട്ടക്കാരാരാ? അവിടെ വേട്ടക്കാരിയാണ്. അവിടെ ആ ലേഡി വേട്ടക്കാരിയാണ്. അപ്പൊ വേട്ടക്കാരി എന്ന് പറയാൻ പാടില്ല. തെറ്റ് ചെയ്തവർ രണ്ടുപേര് ചെയ്തെങ്കിൽ രണ്ടുപേര് ശിക്ഷിക്കപ്പെടണം, അല്ലാതെ ഒരാൾ മാത്രം ശിക്ഷിക്കപ്പെടേണ്ട കാര്യമില്ല. അത് ശരിക്കും ഈ തെരഞ്ഞെടുപ്പിനെയൊക്കെ സംബന്ധിച്ച് ഒരു വിവാദമാക്കി ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ദീപയുടെ ആൻസർ അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ശരിക്കും പക്ഷെ വേറൊരു ചോദ്യം കൂടി അതിന്റെ അകത്ത് നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തം കുടുംബത്തിൽ വന്നു കഴിയുമ്പോ നമ്മള് അതിന്റെ അകത്ത് അല്ലെ അങ്ങനെ ഒരു ചോദ്യം തിരിച്ചു ഇല്ലേ നമ്മുടെ ആ കള്ളക്കേസിൽ കുടുങ്ങുന്നത് നമ്മുടെ സഹോദരനോ മകനോ. അതുകൊണ്ട് അവിടെയാണ് നമ്മളിത് കുറച്ചുകൂടെ ബാലൻസ് കണ്ടാൽ. അവിടെയാണ് ഞാൻ സ്ഥിരം പറയാറുള്ളത്, ലീഗലി സ്പീക്കിംഗ് ഇരയോ അതിജീവിതയോ ഇല്ല, പരാതിക്കാരി മാത്രമേ ഉള്ളൂ. പോലീസിന്റെ ഭാഷ പറഞ്ഞാൽ ആവലാധികാരി എന്ന് പറയും, സാധാരണ ഭാഷ പരാതിക്കാരി എന്ന് പറയും. ഈ അതിജീവിത എന്ന് പറയുന്ന വാക്ക് എടുത്ത് മാറ്റണം. ഇനി ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്ന കുറച്ചുകൂടെ താഴെയാണ്. ഞാൻ പറയുന്നത് അതിജീവിത എന്ന വാക്ക് വെച്ചോളൂ, പക്ഷെ പുരുഷനെ വേട്ടക്കാരൻ വിളിക്കാതിരിക്കാലോ. അത് വിളിക്കുന്നുണ്ട്, വേട്ടക്കാരൻ വിളിക്കാതിരിക്കാലോ. ആ ഒരു മര്യാദ നമ്മൾ ഇതിനകത്ത് പറയുന്നത്, നമ്മൾ കൃത്യമായിട്ട് ജനങ്ങളോട് കൺവേ ചെയ്യാണ്. ഈ പാവപ്പെട്ട ഈ ചെറിയ കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്ന, പീഡിപ്പിക്കുന്ന അത്തരത്തിലുള്ള പുരുഷന്മാരുടെ കാര്യം അല്ല കേട്ടോ പറയുന്നത്. ഗാർഹിക പീഡനത്തിന്റെ പേരിലും അതുപോലെ ഇപ്പൊ ഉണ്ടാകുന്ന പോലെ തെറ്റായ വാർത്തകൾ കൊടുത്ത് പ്രചരിപ്പിച്ച് ഒരു വ്യക്തിയെ എങ്ങനെയൊക്കെ ടാണിഷടിക്കുക, അങ്ങനെയൊക്കെ തീർത്ത് കളയുന്ന അത്തരത്തിലുള്ള പ്രവണതയെ കുറിച്ചാണ് പറയുന്നത്. അതുൽ സുഭാഷിന്റെ ഒക്കെ കേസ് കണ്ടിട്ടോ എന്നറിയില്ല. അതുൽ സുഭാഷ് ഒക്കെ ഈ ജെൻഡർ ബയസ് ലോയുടെ പേര് ആത്മഹത്യ. ഇവിടെ സുനീറിന്റെ ഒരു മുസ്ലിം പയ്യനാണ്, 29 വയസ്സ്. സുനീറിന്റെ ഉമ്മ സുനീർ ആത്മഹത്യ ചെയ്തു ഭാര്യയുടെ വ്യാജ പരാതിയിൽ ഇതായിട്ട്. ഞങ്ങൾ എന്നിട്ട് DGP കാണാൻ കൊണ്ടുപോയി. ഉമ്മയുടെ വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ട്. ഉമ്മയുടെ വീഡിയോ ഉണ്ട്. അപ്പൊ എന്നെ അറസ്റ്റ് ചെയ്യപ്പോൾ ഉമ്മയൊക്കെ എന്നെ കാണാൻ വന്നിരുന്നു. അവർ തിരിച്ചു പോയതാണ്. ഇതിനെ എന്താ ഒരു ബാലൻസ്, നിയമവും മാറണം. ഇതെല്ലാം സ്ത്രീ എന്ത് ചെയ്താലും അത് ഇപ്പം എന്നെയോ അല്ലെങ്കിൽ ചേട്ടനെയോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഏത് വ്യക്തിയും ഒരു സ്ത്രീ വിചാരിക്കുകയാണ് പരാതി കൊടുത്താൽ നേരെ അറസ്റ്റ് ചെയ്തിട്ട് ബാക്കി സംസാരമുള്ളൂ. അല്ല, ഒരു കാര്യം കൂടെ ആലോചിച്ചു. വേറൊരു കാര്യം ഇപ്പം രാഹുൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു സ്ത്രീ പരാതി കൊടുത്തു തന്നെ ഇരിക്കട്ടെ, ഇനിയിപ്പോ നമ്മുടെ നിയമങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാന്നിരിക്കട്ടെ, ഒരു പുരുഷനെ അറസ്റ്റ് ചെയ്തു തന്നെ ഇരിക്കട്ടെ, ഇങ്ങനെ ചെയ്ത ഒരു കേസിൽ ആ പുരുഷന്റെ പേരും ഫോട്ടോയും സഹിതം വാർത്ത കൊടുത്തിട്ടുള്ള ഒരുപാട് വാർത്താ മാധ്യമങ്ങളെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് പേഴ്സണലി ഒക്കെ അറിയാവുന്ന ഇങ്ങനെയൊക്കെയുള്ള ഓരോ കേസസിൽ ഉണ്ടായിട്ടുള്ളവരുടെ ആ പുരുഷന്റെ മുഖം, ആ ഫോട്ടോ, പേര്, ജോലി ചെയ്തിരുന്ന സ്ഥലം ഉൾപ്പെടെ എല്ലാം കൊടുത്തിരുന്നു. അത് എന്ത് നിയമമാണത്? അവസാനം ആ പുരുഷൻ അല്ല, നേരെ തിരിച്ച് നിരപരാധിയാന്ന് കണ്ടാൽ നേരെ തിരിച്ച് വാർത്ത പോലും കൊടുക്കുന്നില്ലല്ലോ. ഭയങ്കര മോശമല്ലേ? ശരിക്കും ഇരയോടൊപ്പം ആണോ എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഇരയോടൊപ്പം. പക്ഷെ ഇര ആരെന്നുള്ളത് നമ്മൾ തീരുമാനിക്കാം. ഭയങ്കര അക്രമമായി പോയത് അവർക്കൊപ്പം. പിന്നെ അവർക്കൊപ്പം അല്ലാത്ത അവർക്കൊപ്പം. പക്ഷെ ഇതിന് നീതി കിട്ടട്ടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്കൊന്ന് ദീപ പറഞ്ഞതിന്റെ ഡയലോഗ് എനിക്ക് വളരെ, ഞാൻ അങ്ങനെയാണ് തമ്മിൽ കണ്ടത്, ഡീറ്റെയിൽ കാണാൻ പറ്റില്ല. അവൾക്കൊപ്പം അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ദീപ പറഞ്ഞു സത്യത്തിനൊപ്പമാണ്. ആ സത്യം അവൾക്കൊപ്പമാണെങ്കിൽ അവൾക്കൊപ്പം, സത്യം അവനൊപ്പമാണെങ്കിൽ അവനൊപ്പം. അപ്പം അവൾക്കൊപ്പവും അവനൊപ്പം എന്നതിനേക്കാൾ സത്യത്തിനൊപ്പം. ഇവിടെയാണ് രാഘവട്ടം പറഞ്ഞ ആ ഡബിൾ സ്റ്റാൻഡ് വരുന്നത്. ട്രൂത്ത് അതല്ല, സ്ത്രീകൾക്ക് ഒരു പ്രശ്നം വന്നാൽ എല്ലാവരും സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്നതുകൊണ്ട് അത് അങ്ങ് ഉപയോഗിക്കുക, ദുരുപയോഗം ചെയ്യരുത്. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ സെക്ഷൻ കൂടെ അവസാനിപ്പിച്ച് നമുക്ക് കുറച്ച് ഇനിയാണ് ഇതൊരു ഫൺ സെഗ്മെന്റ്. നമ്മള് അമ്മ ഇരുന്നോ? സത്യങ്ങളെ നമുക്ക് വെളിച്ചിട്ട് കൊണ്ടുവരണം. അച്ഛൻ ഈസ് ഗ്രേറ്റ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോ. ഇത് സിമ്പിളാ. റെഡിയാ. അപ്പൊ ഇവിടെ എല്ലാവരും ബുക്കിസ്റ്റുകളാ. ബുക്കിസ്റ്റുകൾ. ബുക്ക് എഴുതാത്ത ഒരാൾ പോലും ഇല്ല. നമ്മുടെ യാഗ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ദീപയുടെ ബുക്ക് വരുന്നു, ദീപ ചേച്ചി ബുക്ക് ചെയ്തിട്ടുണ്ട്, അമ്മയും ബുക്ക് ചെയ്തിട്ടുണ്ട്. അമ്മയുടെ എന്താണ് ഒരേ ഒരു അച്ഛന്റെ ഇതാണല്ലേ, അച്ഛനുള്ള ആ സ്നേഹവും ഇതെല്ലാം അതിന്റെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും 18 വയസ്സിലെ ബുക്ക് എഴുതിയ മോൻ 8 വയസ്സിലെ അമ്മ ഞാൻ നമ്പർ മാത്രം ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ. ബുക്ക് എഴുതാൻ പോവാണ്, എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉടനെ വരുമല്ലോ. അപ്പൊ റൈറ്റർ തന്നെ ഫെബ്രുവരി 27 ഫെബ്രുവരി 27
റിലീസാണ്. അപ്പൊ നമ്മളെല്ലാം പിടിക്കണം ചാനലിലേക്ക്. തീർച്ചയായും വിളിക്കും. അച്ചു ഇരിക്കും. അപ്പൊ നമുക്ക് ആ സെഗ്മെന്റിലൂടെ കിടക്കാം. അപ്പം എല്ലാവരും അമ്മയുടെ ആ ബുക്ക് ഏതാ അമ്മ പബ്ലിഷ് ചെയ്തിരിക്കുന്നവരാ? ഐവറി ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അമ്മ കവർ പേജ് കാണിച്ചാൽ അമ്മ കാണിച്ചു തോന്നുന്നു. അമ്മ ഒന്ന് കാണിച്ചേ. ഒരേ ഒരു മഹേശ്വരന് അമ്മയുടെ അച്ഛനാണ്. അച്ഛനെ കുറിച്ചുള്ള എന്റെ അനുഭവങ്ങളാണ്. എടുത്തിട്ട് തിരിച്ചു പോകണം. സംഭവമായിരുന്നു എന്റെ അമ്മ. മുത്തശ്ശി ഒരു സംഭവമായിരുന്നു. മുത്തശ്ശി ലെജൻഡാണ്. ചോദിക്കാം എല്ലായിടത്തും. ഒരു പിക്കപ്പ് എണ്ണ 1 2 അല്ലെങ്കിൽ 3 എണ്ണം അതിനകത്ത് ഒരെണ്ണം തിരഞ്ഞെടുക്കണം. അതിനകത്ത് ഡിപ്ലോമസി അത് വേണ്ട. അച്ഛൻ, അമ്മ, ദൈവ ചേച്ചി. അല്ല അല്ല രാഹുലേട്ടന്റെ അച്ഛൻ. അച്ഛൻ, അമ്മ, ദീപ. അതിനകത്ത് കൂടുതൽ ഇഷ്ടം ആരാന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആരെ സെലക്ട് ചെയ്യും? അതൊന്നുമില്ല, അൺഫെയർ ഒന്നുമല്ല. അത് തൊട്ടിപ്പുറത്തിരിക്കുന്നു, ഭാര്യ തൊട്ടപ്പുറത്തിരിക്കുന്നു, അമ്മ തൊട്ടിപ്പുറത്തിരിക്കുന്നു. എനിക്ക് ആരാന്നറിയണം. ഡിപ്ലോമാറ്റിക്കായിട്ട് പറയണ്ടില്ല. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴാണ് അച്ഛൻ മരിച്ചത്. ആ സ്കൂളിൽ പഠിച്ച ഫാദർ ഡൽഹിയിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ഡൽഹി ആയിരുന്നു, ബാംഗ്ലൂർ ആയിരുന്നു. അതുകൊണ്ട് അച്ഛൻ തന്നെ പറയാം. കാര്യം ഇല്ലല്ലോ പേര്. പുള്ളി ഭയങ്കര നമ്മള് വിട്ടു. അടുത്ത ക്വസ്റ്റ്യൻ. അമ്മ ഓർ ദീപ രാവരീശ്വർ. ഇതൊക്കെ നമ്മൾ ഒത്തിരി കണ്ട. മടിയില്ല പാച്ചു. അല്ല അത് നടക്കല. പറയണം, ഒരാളെ പറയണം. അമ്മേനെയാണോ ഭാര്യനെയാണോ കൂടുതൽ ഇഷ്ടം? അമ്മയുടെ രീതിയിലും ഭാര്യയുടെ രീതിയിലാണ് ഇഷ്ടം. അങ്ങനെ പറയരുത്. ഒറ്റ ഉത്തരേ പറയാമെന്ന് പറയുന്നു. ഒറ്റ ഉത്തരേ പറയാവുള്ളൂ. മുത്തശ്ശി. ബുദ്ധിരായി കളിച്ച്. അല്ല എങ്കിൽ പോലും കുറച്ച് കൂടുതൽ സ്നേഹം അമ്മയോടുണ്ടെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് വിഷമമായി. അമ്മയുടെ മോൻ കണ്ടപ്പോ എനിക്ക് അമ്മയെന്ന് പറയുന്നത് അല്ല അമ്മയ്ക്കറിയാം. ഞാനും മുത്തശ്ശി ഇല്ല ഞാനും മുത്തശ്ശി ഭയങ്കര ക്ലോസ് ആണെന്ന് അമ്മയ്ക്കറിയാം. അതുകൊണ്ട് അത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നാലും എന്താ ദൈവത്തിക്ക് വിഷമൊന്നും ഇല്ല. പക്ഷെ അമ്മയ്ക്ക് വിഷമായിട്ടുണ്ട്. എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്റെ അമ്മയെ ഒത്തിരി സ്നേഹിച്ചു. എന്നാ ഞാൻ അമ്മയോട് ചോദ്യം ചോദിക്കാം. അമ്മ ദീപ ചേച്ചി ഓർ രാഹുൽ ഈശ്വർ? അല്ല കേക്കട്ടെ. കൈ പിടിച്ചിരിക്കാൻ രണ്ടുപേരും നോക്കട്ടെ. ആരെ പറയും നോക്കട്ടെ. ആരെ പറയും? ഒരാൾ പറയാൻ. അതെ, ഞാൻ 9 മാസം പ്രസവിച്ചു. പക്ഷേ നീ അമ്മ കുഞ്ഞാണ് എനിക്കറിയാം. അങ്ങനെയല്ല. പക്ഷെ രാഹുലിനെ രാഹുലാക്കിയത് ശരിക്കും ദീപയാണ്. ഇല്ല, കാരണം അറസ്റ്റ് ചെയ്തപ്പോള് ഇത് ഭയങ്കര ഒരു സംഭവം. അല്ല അങ്ങനെയല്ല. ഓരോ പ്രതിസന്ധികൾ വന്നപ്പോഴും 3 പ്രാവശ്യം രാവിലെ കോടതി പോണം, ഉച്ചയ്ക്ക് ജയിലിൽ പോണം, വൈകിട്ട് കോടതി വേണം. എന്ത് സ്മാർട്ട്. നമുക്ക് സംസാര ശൈലിയും ക്യാമറ ഫേസ് ചെയ്യുന്ന രീതിയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ഇതുപോലുള്ളൊരു പക്ഷെ ഇതെനിക്ക് മനസ്സിലായത് എന്താ അറിയാ? അതായത് അവിടെ ഉത്തരം പറഞ്ഞിട്ട് ഒന്ന് തണുപ്പിച്ച് വിട്ടല്ലേ ഇത്? അല്ല, എനിക്ക് മനസ്സിലായി. ഒന്ന് തണുപ്പിച്ച് വിട്ടതാ. ഓവറല്ല. ഈ 16 ദിവസം ഉണ്ടല്ലോ മോനെ, ഞങ്ങളുടെ കൂടെ നിന്നത് അപൂർവം ആൾക്കാരാണ്. നമുക്ക് ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. ഞാൻ ബാങ്കിലായിരുന്നു. പിന്നെ ഞാൻ ഇപ്പൊ സഭയുടെ ആളാണ്. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് ബന്ധുക്കളൊക്കെ ഉണ്ട്. അപൂർവ ആൾക്കാരെ ഞങ്ങളുടെ കൂടെ നിന്നുള്ളൂ. പക്ഷെ എനിക്ക് ഒരു വിഷമവും തോന്നിയില്ല. 16 ദിവസം 5 ദിവസം പട്ടിണി കിടന്നു, 4 ദിവസം വെള്ളം കുടിച്ചില്ല. പക്ഷേ അത് ഭയങ്കര ഒരു അനുഭവമല്ലായിരുന്നോ? ഇതിപ്പോ 2008 തോന്നുന്നു അല്ലെ സുധാകരൻ സാറിന്റെ അറസ്റ്റ് വന്നത്. സുധാകരൻ സാറിന് ബ്രാഹ്മണരെ ഇത്തിരി മോശമായിട്ടൊക്കെ പറഞ്ഞപ്പോഴ് 2008 അന്ന് 25 വയസ്സുണ്ട്. അന്ന് അറസ്റ്റ് ചെയ്തോണ്ട് പോയി. അന്ന് ഞാൻ തന്നെ ആയിരുന്നു ഇതുപോലൊരു മരുമോൾ കല്യാണം കഴിച്ചിട്ടില്ല. ഞാൻ തന്നെ ആയിരുന്നു സ്റ്റേഷനിൽ പോയതും അവനെ കണ്ടതും. അപ്പൊ പക്ഷെ ഇവൻ ഇങ്ങനെ ജയിലിലൊക്കെ പിടിച്ച് നിൽക്കുവാന്ന് വിചാരിച്ച് ചെന്ന ഞാന് കണ്ടത് ഒരു മേശപ്പുറത്ത് ഇവൻ ഇരിക്കുന്നു. ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോലീസുകാരെല്ലാം ഇങ്ങനെ കൈ കൊടുത്തു ആരാധനയോടെ 135ാമത്തെ IPC വകുപ്പ് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാർ ഭയങ്കര ആരാധനയോടാണ്.
APC എനിക്ക് അറിഞ്ഞൂടാ. അന്ന് ഞാൻ തകർന്നു പോയി ശരിക്കും. പക്ഷെ ഇപ്പം ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോ കൂടെ നിന്ന് ദീപമാണ് 16 വർഷം. ഏതൊരു പുരുഷന്റെയും വിജയത്തിന് മുന്നിൽ ഒരു സ്ത്രീ ഉണ്ടാവുന്ന പറയുന്നത്. അല്ല, അപ്പൊ അടുത്ത ചോദ്യം, അത് അമ്മയാണോ അതോ ഭാര്യയാണോ? അത് ദീപ തന്നെ. എല്ലായിടത്തും ഞാൻ പറയുന്നത് ഞാൻ തന്നെയാണ്. അത് കലക്കി. അപ്പൊ അടുത്ത് അല്ലല്ല, അങ്ങനെ ആരെങ്കിലും ആക്കിയതിന്റെ പാച്ചുമാണ് മാത്രമാണ്. അതെ. അപ്പൊ അടുത്ത ചോദ്യം, അത് എല്ലാവർക്കും ഒരെണ്ണത്തിന് എടുക്കാം. അത് 3 പേരും. പാച്ചുവിന്റെ എടുക്കാം. ജഗദീഷ് ശ്രീകുമാർ ഓർ ഇന്നസെന്റ്? പാച്ചുവിന് ആരെ ഇഷ്ടം? ഇഷ്ടമാ? അവനെ വിട്ടേക്കാം. അല്ല, രണ്ടുപേരും മഹാഭാരത. എനിക്ക് ജഗതിയാണ്. ജഗദീഷ് ചേട്ടൻ. ചേച്ചി? ജഗദീഷ് ചേട്ടൻ. അമ്മ? ജഗദീഷ് ചേട്ടൻ. ഓ, ജഗദീഷ് ശ്രീകുമാർ അഭിനയം വേറെ റേഞ്ചാണ്. നിനക്ക് ഇത് ചോദ്യമില്ല, നീ ക്വസ്റ്റ്യൻ മിണ്ടാതിരുന്നു. നിനക്ക് ചോദ്യമില്ല. ഹരിശ്രീ അശോകൻ ഓർ സലീം കുമാർ? ഇത് അഗൈൻ ടു ടാലന്റഡ്, പക്ഷേ സലീം കുമാറിനെയാണ് കാര്യം. ഫോർ ദി സീരിയസ് റോൾസ് ചെയ്തു ഹരിശ്രീ അശോകൻ, സലീം കുമാർ. അപ്പം ഇതിൽ 3, 2, 1. നല്ല രസമായിരിക്കും. അത് നമുക്കറിയണ്ടേ. മണിക്കുട്ടൻ ഓർ രജിത് സാർ ഓർ അഖിൽ മാരാർ? നീരുന്നോ? എല്ലാവർക്കും 3 പേരെയും പേഴ്സണലി അറിയുന്ന ആളാണ്. 3 പേരും ഒരു നോച്ചില് ആസ് എ പേഴ്സൺ അഖിൽ മാരാറിന്റെ നിലപാടുകൾ ഭയങ്കരമാണ്. മണിക്കുട്ടൻ അത്രയും നിലപാടുകൾ എടുക്കില്ല. അഖിൽ മാരാറുടെ അഖിൽ മാരാറുടെ ആ നിലപാട് ഭയങ്കരമാണ്. എനിക്ക് അതുകൊണ്ട് തന്നെ ഇഷ്ടം. അഭിപ്രായ വ്യത്യാസം ചില കാര്യങ്ങളുണ്ട്, പക്ഷെ ഭയങ്കര മനുഷ്യനാണ്. എനിക്ക് അഖിൽ മാരാറിനെ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു സുഹൃത്തിനോട് വളരെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ തന്നെയാണ് വളരെ സ്ട്രോങ് ആയിട്ട് ഇത്തിരി അതിരി കടന്ന് സംസാരിച്ചതായിട്ട് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് എന്റെ സുഹൃത്തിനോടുള്ള ഐക്യദാർഢ്യം അത് ഞാനിപ്പോ പറയുന്നില്ല. കണ്ണറി. അതുകൊണ്ട് മണിക്കുട്ടൻ. അമ്മയുടെ ബാങ്കിലൊക്കെ ഭയങ്കര ക്യൂട്ട്. അമ്മ അടുത്ത് ശോഭന ഓർ ഉർവശി? അവൻ അറിയത്തില്ലായിരിക്കും. ശോഭന. പക്ഷേ മൾട്ടി ടാലന്റഡ് എന്ന് പറയുന്നത് പറഞ്ഞിട്ടില്ലേ ഇവിടെ നമ്മുടെ എന്താ കമൽഹാസൻ പറഞ്ഞിട്ടില്ലേ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച നടിയാണ്. കമൽഹാസനെ പോലെ ഒരാൾ പറയാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. ചിത്ര ചേച്ചി ഓർ സുജാത ചേച്ചി? അത് അമ്മയ്ക്ക് നല്ലൊരു അഭിപ്രായം. എനിക്ക് ചിത്ര ചേച്ചി, എനിക്ക് ലിമിറ്റഡേ അറിയുള്ളൂ. ചിത്ര ചേച്ചി എല്ലാരും. ഓ, അതിനകത്ത് വലിയ വിജയം. റിമി ടോമി ഓർ മഞ്ജരി? റിമി ടോമിയാണ്. ആ എനർജി ഒക്കെ നിങ്ങൾ എല്ലാവരും ഒരേപോലെ പറയുന്നത്. പക്ഷേ അതിന്റെ മൂടങ്ങ് പോയി. എല്ലാവരും ഒരേപോലെ പറയുന്നത്. ദാസേട്ടൻ ഓർ ജയേട്ടൻ ഓർ MG ശ്രീകുമാർ? ഇത് മാറ്റാൻ പറ്റില്ലല്ലോ. അല്ല, എന്തറിയോ, എനിക്ക് മനുഷ്യരിൽ ഏറ്റവും ഇഷ്ടമുള്ള സിംഗർ MG ശ്രീകുമാറാണ്. കാര്യം യേശുദാസ് മനുഷ്യനല്ല, ഗന്ധർവനാണ്. അതുകൊണ്ട് വേറൊരു ലെവലാണ്. ദാസാണെന്ന് പറഞ്ഞാൽ ഈ സ്റ്റഫ്. എനിക്ക് ഇഷ്ടം ദാസർ. എനിക്കത് പോലും പറ്റില്ല. അത്രയും എനിക്ക് തോന്നുന്നത് ഏതോ ദാസറിന്റെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പരിചയപ്പെടാനുള്ള അവസരം. മനുഷ്യരിൽ മികച്ചത് MG ശ്രീകുമാറാണ്. അമ്മ ദാസേട്ടനോട് സാറിനോട് കച്ചേരി ചെയ്തിട്ടുണ്ട്. അമ്മ പാട്ട് പാടുന്ന അല്ലേ? നമുക്ക് അവസാനം ഒരു പാട്ടുണ്ട് എന്തായാലും. അത് നമ്മൾ ആ പാട്ടോടായിരിക്കും അവസാനിപ്പിക്കുന്നത്. അപ്പൊ അടുത്തത് കൊച്ചി, കാലിക്കറ്റ് ഓർ ട്രിവാൻഡ്രം? നിനക്ക് ട്രിവാൻഡ്രം. നീ നിന്റെ നാടിനെ ഇഷ്ടപ്പെടുന്നതാണ്. നീ മിടുക്കലാടാ. നീ തിരിച്ചു വരുന്ന. എനിക്ക് തിരുവനന്തപുരം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കൊച്ചി അത് പ്രശ്നമാവും. കണ്ടോ? അത് ഇത് കഴിയുമ്പോ കൊച്ചി, ട്രിവാൻഡ്രം ഓർ കാലിക്കറ്റ്? ട്രിവാൻഡ്രം. കൊച്ചി 3-1. രാഹുൽ ഗാന്ധി ഓർ നരേന്ദ്രമോദി? രാഹുൽ ഗാന്ധി ഓർ നരേന്ദ്രമോദി? നിനക്കറിയാൻ വഴിയില്ല. ഓ, നീ
നിന്നെ എനിക്ക് ഇഷ്ടായി, നിന്നെ എനിക്ക് ഇഷ്ടായി. ആരാന്ന് അറിയത്തില്ല നിനക്ക്? ആരാ രാഹുൽ ഗാന്ധി? ആരാ രാഹുൽ ഗാന്ധി? ഗാന്ധിജി പക്ഷെ അച്ഛനും ഉണ്ട്. അതല്ല, അല്ല, രാഹുൽ ഗാന്ധി ആരാന്ന് എവിടെ ചോദിച്ചാലും പറയണം ഇന്ത്യയുടെ ഓപ്പോസിറ്റ്. അറിഞ്ഞൂടാ, പക്ഷെ ഇച്ചിരി കൂടെ നല്ല പേര്. നീ ഇച്ചിരി കൂടി നോളജ് ഉണ്ടെന്നാ ഓർത്ത് നശിപ്പിച്ചു നീ. രാഹുൽ ഗാന്ധി ഒരു നരേന്ദ്രമോദി. പണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബാലൻസ് ചെയ്ത് നരേന്ദ്രഗാന്ധി എന്ന് പറഞ്ഞേ. അതൊന്നും പറയണ്ട, അതൊന്നും പറയണ്ട. ഇല്ല, എനിക്ക് മോദിജിയെ വലിയ ഇഷ്ടമാണ്. പക്ഷെ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് രാഹുൽ ഗാന്ധി ഒരുപാട് എഫേർട്ട് എടുക്കുന്നു. രാഹുൽ ഗാന്ധി നമ്മള് ഏറ്റവും കൂടുതൽ അടിയുണ്ടായത് ഈ ഒരു കേസിൽ ഓർക്കുന്നുണ്ടോ? അന്ന് ഡിബേറ്റിൽ എനിക്ക് മോദിജി നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ കണ്ട നെഹ്റുജി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വർഷം ഇനി ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡ് മറികടക്കും. ഭരിക്കാൻ പോണ പ്രധാനമന്ത്രിയാണ്. പക്ഷേ രാഹുൽ ഗാന്ധി ഹാസ് എ ഫ്യൂച്ചർ. സോ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി, മോദിജി മോദിജി, അതും സത്യം. മോദിജി. നിങ്ങൾക്ക് മോദിജിയുടെ ആൾക്കാരാണ്. എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ പിന്നെ പറയുന്നില്ല. Father and son, mother and അതെ. പക്ഷെ മോദിജിയുടെ ഈ വർഗീയതയോട് സന്ധി ചെയ്യുന്ന ഒരു രീതി മാറ്റണ്ടേ? അല്ല, അതിപ്പോ രാഹുൽ ഗാന്ധിക്കും ഉണ്ടാവുമല്ലോ മാറ്റേണ്ട കാര്യം. ഇല്ലല്ലോ, പക്ഷേ അല്ല, ഈ സെയിം അല്ല, പ്രോബ്ലം അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? അതായത് എനിക്ക് എന്റെ ഒരു മനസ്സിലായി, ഇപ്പൊ ഞാനാണെങ്കിലും രാവിലെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആരാണെങ്കിലും നമുക്ക് എത്ര നല്ല ഗുണം ഉണ്ടെങ്കിലും വർഗീയതയോട് സന്ധി ചെയ്യുന്നെങ്കിൽ ആ നല്ല ഗുണങ്ങൾ എല്ലാവരും ഒറ്റ ഗുണം കൊണ്ട് നശിച്ചു പോയി ചിന്തിക്കുന്ന ആളാണ്. വർഗീയവാദിയായി പോയി കഴിഞ്ഞാൽ തീർന്നു. അപ്പൊ അന്ന് ഞങ്ങൾ ഭയങ്കര തർക്കം നടന്ന അത് വലിയ രീതിയിൽ ഇൻസ്റ്റാഗ്രാമിൽ വലിയ രീതിയിൽ റീച്ച് ആയി പോയ ഒരു വീഡിയോ. ഹെൽത്തി ഡൈവേഴ്സിറ്റി അറിയാം. അതായത് ഇവിടെ ഞാൻ പറയുന്നതിന് മടിയൊന്നും, ഞാൻ ശശി തരൂരിനാ വോട്ട് ചെയ്തു. അമ്മ രാജീവ് ചന്ദ്രശേഖരജിക്കാ വോട്ട് ചെയ്തു. വോട്ട് ചെയ്തത് അമ്മ രാജീവ് അല്ല, അത് പറയാൻ മടിയൊന്നും അത് വ്യത്യസ്തമായിട്ടുള്ള പറയുകയും ചെയ്തു. ശശി തരൂർ വേഴ്സസ് രാജീവ് വോട്ട് ചന്ദ്രശേഖർ ചെയ്തത്. വോട്ട് ചെയ്തില്ല. അയ്യേ, ഇത്രയും വലിയ മാധ്യമപ്രവർത്തകയായിട്ട് നമ്മൾ സമ്മതിദാനാവകാശം ഉപയോഗപ്പെടുത്തിയില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു സാധാരണ സ്ത്രീയായിട്ട് ഞാൻ സംസാരിക്കട്ടെ. 16 ദിവസം ഇദ്ദേഹം ഉള്ളിൽ കിടന്നു. ഒരാളെ ഉപകാരം വളരെ കിട്ടിയിട്ടില്ല. വിഷമത്തോടെ തന്നെ ചോദിക്കട്ടെ, ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഒരാള് പോലും എന്നെ വിളിച്ച് എന്തെങ്കിലും സഹായം ഞങ്ങളുടെ വേണമെന്ന് ഈ 3 രാഷ്ട്രീയ പാർട്ടി ഇതിന്റെ ഇടയിലാണ് ഇലക്ഷൻ നടന്നത്. അതെ 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 അതെ, വോട്ട് ചെയ്യാൻ തോന്നുന്നു ആർക്കാണെങ്കിലും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് കറക്റ്റ് ആയിട്ടുള്ള ചോദ്യം. വോട്ടർ പട്ടികയിൽ നമുക്ക് ഗുണമുള്ളവർക്കേ നമ്മൾ വോട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ടല്ല രാഷ്ട്രീയവാദം ശരിയല്ല, വോട്ട് ചെയ്യണം. അതെ, സമ്മതിദാനാവകാശം വിനിയോഗിക്കാനുള്ളതാണ്. നോട്ടയ്ക്ക് കുത്തിയാൽ മതിയായിരുന്നു. അല്ല, നോട്ടില്ല, ഇതോ നോട്ടില്ല. അല്ല, രാഹുൽ ചേട്ടന് സംസാരിച്ചിട്ടില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയിലല്ല, ഏത് രാഷ്ട്രീയ പാർട്ടിയിലും എന്തെങ്കിലും ഒരു എന്താ പറയാ, ആർക്കെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ രാഹുൽ ചേട്ടൻ സംസാരിക്കുന്ന ആളാണ്. പക്ഷേ അതിപ്പോ ശശി തരൂർ സർ ആണെങ്കിലും ശരി, രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ശരി, ആർക്ക് വേണമെങ്കിലും സംസാരിക്കാറുണ്ട്. പക്ഷെ ഒരു പ്രശ്നം ഇത്രയും നാൾ വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് ഭാര്യ എന്ന രീതിയിൽ ഞാനും അമ്മയും ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളും രാഹുൽ ചേട്ടന്റെ സുഹൃത്തുക്കളും അല്ലാണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രശ്നം എന്താ പറയുക, ഉമ്മൻചാണ്ടി സാറിനെ സപ്പോർട്ട് ചെയ്യില്ല, പിന്നാണോ എന്നെ